വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ്സായി, ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിത കുറിപ്പുകൾ. മലാല ഒരു നോബൽ പ്രൈസ് വിന്നറാണ്. കടപ്പാട്, ഇൻസൈറ്റ് പബ്ലിക്ക, നടക്കാവ്, കോഴിക്കോട്, കേരള. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. മലാല യൂസഫ്സായി, സ്ത്രീകളുടെ അവകാശങ്ങളും വരേണ്യ ഭരണവർഗങ്ങളുടെ ആഖ്യാനവും. എഴുതിയിരിക്കുന്നത് അക്രം ജാവേദ്. അപ്പോൾ ഈ പുസ്തകം മാക്സിമം നിങ്ങൾ വായിക്കുന്നവർ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി വായിക്കുക. പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് തുടർച്ചയായിട്ട് വായിക്കണമെന്നുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ കയറി വായിക്കാവുന്നതാണ്. പ്ലേലിസ്റ്റിൻ്റെ പേര് മലാല യൂസഫ്സായി. മലാല യൂസഫ്സായി, സ്ത്രീകളുടെ അവകാശങ്ങളും വരേണ്യ ഭരണവർഗങ്ങളുടെ ആഖ്യാനങ്ങളും. അക്രം ജാവേദ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് തെഹ്രീക്ക് ഇ താലിബാൻ മലാല യൂസഫ്സായി എന്ന 14-കാരിയെ വെടിവെച്ചതിന് ശേഷം പാകിസ്ഥാനിൽ ലിബറൽ ബുദ്ധിജീവികളും പാശ്ചാത്യ മാധ്യമങ്ങളും അതിവായന നടത്തുകയാണ്. താലിബാൻ വെടിവെച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ ദശലക്ഷം പെൺകുട്ടികൾ ഇപ്പോൾ സ്കൂളുകളിൽ ഇരുന്നേനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അമേരിക്കൻ പിന്തുണയുള്ള സമരങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നത് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മരണ വാറണ്ടിൽ ഒപ്പിടുന്നതിന് തുല്യമായിരിക്കും എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇത്തരം കഥകൾ പാകിസ്ഥാൻ പട്ടാളവും അമേരിക്കൻ സാമ്രാജ്യത്വവും അടക്കമുള്ള പാകിസ്ഥാനിലെ ഭരണവർഗങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായവയാണ്. മാത്രവുമല്ല, ഇവയ്ക്ക് സത്യവുമായി വിദൂര ബന്ധം പോലുമില്ല. യാഥാർത്ഥ്യം അത്രയ്ക്ക് സങ്കീർണമല്ല, എന്നാൽ ഇവ ശരിക്കും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പെൺകുട്ടികളും സ്കൂളും എന്ന വിഷയത്തെ പരിശോധിക്കാം. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ 4-9 വയസ്സിനിടയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വഷളായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. 2010-11 കണക്കുകൾ പ്രകാരം 40% വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തിച്ചേർന്നിട്ടില്ല. സെക്കൻഡറി തലത്തിലേക്ക് വരുമ്പോൾ സ്ഥിതികൾ കൂടുതൽ ഗുരുതരമാണ്. ഏറ്റവും കൂടുതൽ സൈനികമായി ബാധിച്ചിട്ടുള്ള പ്രവിശ്യയായ ഖൈബർ പാഖ്തൂൺഖ്വയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി എൻറോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് 51% പെൺകുട്ടികളാണ്. സൈനികമായി അത്രയധികം ബാധിച്ചിട്ടില്ലാത്ത സിന്ധ് മേഖലയാകട്ടെ ഇത് 47% മാത്രവും. ദ്വിതീയ തലത്തിലേക്ക് 10 മുതൽ 12 വയസ്സ് വരെ വരുമ്പോൾ ഖൈബർ പാഖ്തൂൺഖ്വയിൽ 13% പെൺകുട്ടികളാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്. സിന്ധിയിൽ ഇത് 17%. മെട്രിക് തലത്തിലേക്ക് എത്തുമ്പോൾ 13 മുതൽ 14 വയസ്സ് വരെ ഖൈബർ പാഖ്തൂൺഖ്വയിൽ 6%, സിന്ധിൽ 10% ആകുന്നു. ആൺകുട്ടികളുടെ കാര്യത്തിലും സ്ഥിതി മോശം തന്നെയാണ്. പെൺകുട്ടികളുടെ കണക്കുകളേക്കാൾ നേരിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. താലിബാനും മറ്റ് സൈനിക ഗ്രൂപ്പുകളും സ്കൂളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് അപലപനീയം തന്നെയാണ്. എന്നാൽ വാസ്തവത്തിൽ തകർച്ചയിലെത്തിയ ഒരു സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരല്ല പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന് വ്യക്തം. അമേരിക്കൻ സൈനികരും പാക് സൈനികരും സ്കൂളിൽ ആക്രമിക്കുന്നുണ്ടെന്നും ഓർക്കണം. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നില്ല. ആരോഗ്യമേഖലയിലടക്കം പാകിസ്ഥാൻ്റെ എല്ലാ സാമൂഹിക സൂചകങ്ങളും വളരെ ദയനീയമാണ് എന്നതാണ് വസ്തുത. പൊതുവിൽ അവിടെ നിലനിൽക്കുന്ന അവികസനത്തെയും ലിംഗ പദവി വ്യത്യാസത്തെയും എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുക? അടിസ്ഥാനപരമായി പാകിസ്ഥാൻ അസമത്വങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഒപ്പം എല്ലായിടങ്ങളിലെയും ഒരുപോലെ ആ അസമത്വങ്ങൾ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഭരണവർഗങ്ങളുടെ നാടുകൂടിയാണിത്. പാകിസ്ഥാൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസമത്വത്തിൻ്റെ വലിയൊരു ഭാഗം വേരൂന്നിയിട്ടുള്ളത് ഭൂമിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്. 2010-11 കണക്കുകൾ കാണിക്കുന്നത് പാകിസ്ഥാൻ്റെ 40% തൊഴിൽ ശക്തിയും കാർഷിക മേഖലയിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 40% സ്ത്രീകളാണ്. എന്നാൽ 2000-ൽ പാകിസ്ഥാനിലുണ്ടായിരുന്ന ഫാമുകളുടെ 86% ഉപജീവനത്തിന് ആവശ്യമായ 12.5 ഏക്കറിനേക്കാൾ ചെറുതായിരുന്നു.
ബാക്കി 14% ഫാമുകളാണ് രാജ്യത്തിൻ്റെ കാർഷിക മേഖലയുടെ 56% പ്രവർത്തിച്ചിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ പുരുഷ മേധാവിത്വം ആഴത്തിൽ തന്നെ ഗ്രസിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ സ്ത്രീകൾക്ക് ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥത വിരളമായേ കാണാൻ കഴിയൂ. സ്ത്രീകളുടെ അധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വീട്ടാവശ്യ സാധനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കുടുംബത്തിന് പുറത്ത് ജോലിക്ക് വേണ്ടിയും അവർ ഇറങ്ങേണ്ടതുണ്ടെന്ന ആവശ്യം ഉയർന്നിരുന്നു. പുരുഷന്മാരേക്കാൾ അവർ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്. സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് മറ്റ് ഗ്രാമത്തിലേക്ക് പോകുന്നു. ഭൂമി വിഘടിച്ചു പോകാതിരിക്കാനും ഉൽപ്പാദനത്തിൽ ശോഷണം സംഭവിക്കാതിരിക്കാനും സ്ത്രീകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥതയോ നിയന്ത്രണമോ വാസ്തവത്തിൽ അത് അവരുടെ ജന്മാവകാശമാണ് നൽകപ്പെടുന്നില്ല. സ്ത്രീധനം ഒരു അവകാശമായാണ് പലപ്പോഴും കരുതിപ്പോരുന്നത്. സ്ത്രീ ശരീരത്തിൻ്റെ നിയന്ത്രണം പോലും കാർഷിക സമ്പദ്ഘടനയിലെ പുനരുൽപാദനവുമായി ആഴത്തിൽ കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. സ്ത്രീകളോടുള്ള ബഹുമാനത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളും ഭൂമിയും ഒരുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് ഇസ്ലാമുമായി വളരെ കുറച്ച് മാത്രമേ ബന്ധമുള്ളൂ. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്ന് നടന്നു നോക്കിയാൽ ഇതേ ലിംഗപദവി വ്യത്യാസവും അടിച്ചമർത്തലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് കേവലം ഗ്രാമങ്ങളിൽ മാത്രമുള്ള പ്രശ്നമല്ല. താൻ ചെയ്യുന്ന ജോലിക്ക് എല്ലായിടത്തും പുരുഷന് പ്രതിഫലം ലഭിക്കുമ്പോൾ സ്ത്രീകൾ കൂലി നൽകപ്പെടാതെ വീട്ടാവശ്യ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികളായി പെരുമാറണമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റു വീടുകളിൽ പോയി പ്രതിഫലത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സ്ത്രീകൾ സാധാരണയാണ്. എങ്കിലും സ്ത്രീകൾ വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ് എന്നതാണ് പൊതുബോധം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് മുൻഗണന ലഭിക്കപ്പെടുന്നത്. സാമ്പത്തിക ശാസ്ത്രം മാറ്റി നിർത്തിയാൽ തന്നെ സ്ത്രീകളെ പരിഗണിക്കുന്നത് പുരുഷനാൽ നിയന്ത്രിക്കേണ്ടവരായിട്ടാണ്. അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം പുരുഷനാൽ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ഇത് മാറ്റമില്ലാതെ തുടരുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വ്യാഖ്യാനം ലിംഗപരമായ ഈ അടച്ചമർത്തലിന് വീണ്ടും എണ്ണ പകരുന്നു. സ്ത്രീകൾക്ക് പൊതുവെയുള്ള അവമതിയെ ഇത് കൂടുതൽ വഷളാക്കുന്നു. മൊത്തത്തിൽ സ്ത്രീകളുടെ താഴ്ന്ന പദവിക്ക് കാരണം രാഷ്ട്രീയ സമ്പദ്ഘടനയുടെ സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെയും പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് കൾച്ചറൽ പൊളിറ്റിക്സ് ചേരുവയാണ്. ഇത് അതീവ ലളിതവൽക്കരിച്ച ഒരു ചിത്രമാണ്. പാകിസ്ഥാനിൽ ഇത് എത്രയോ സങ്കീർണമാണ്. പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെയും സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അത് ലിംഗപദവി വ്യത്യാസത്തിലേക്ക് വേരൂന്നുന്ന രീതിയും കുടികൊള്ളുന്നത് താലിബാൻ്റെയോ മതത്തിൻ്റെയോ വാതിൽക്കലല്ല. താലിബാൻ തന്നെ ഭാഗികമായി പാകിസ്ഥാനിലെ രൂക്ഷമായ അസമത്വത്തിൻ്റെയും പുരുഷാധിപത്യത്തിൻ്റെ ഗ്രാമീണ സമൂഹത്തിൻ്റെയും ഉൽപ്പന്നമാണ്. പാകിസ്ഥാനിൽ സാമാന്യവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന അവികസനത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് താലിബാൻ. വിഷയങ്ങളെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ലളിതവൽക്കരിക്കപ്പെട്ട കഥകൾക്കപ്പുറം പോകേണ്ടതുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിലും സാംസ്കാരിക രാഷ്ട്രീയത്തിലും വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ട് ആഴത്തിൽ വളരെ ദൂരം മുന്നേറേണ്ടതുണ്ട്. ഇതിന് പാകിസ്ഥാൻ്റെ ഭരണാധികാരികളുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെട്ട അധികാരം നേടിയെടുക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം. ബഹുജനങ്ങളെ ചൂഷണം ചെയ്യുകയും ഭരണകൂടാധികാരം വിതരണം ചെയ്യുകയും ചെയ്യുന്ന ജനാധിപത്യവാദികളെ നടക്കും അതേസമയം സൈന്യത്തിൻ്റെ മധ്യവർത്തികളായി പ്രവർത്തിക്കുന്നവരുമായ ഗ്രാമീണ വരേണ്യവർഗങ്ങളും പാകിസ്ഥാൻ്റെ ഈ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് സാമൂഹ്യ സേവനങ്ങൾ എന്നീ മേഖലകളിൽ പാകിസ്ഥാനിൽ നിക്ഷേപം നാമമാത്രമാകുന്നതിൻ്റെ മറ്റൊരു കാരണം അവിടുത്തെ ബജറ്റിൻ്റെ സിംഹഭാഗവും ഏകദേശം 1/3 ചെലവഴിക്കപ്പെടുന്നത് സൈന്യത്തിനു വേണ്ടിയാണ്. സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിശാലമായ കാർഷിക വ്യാവസായിക സാമ്രാജ്യവും ഗതാഗതത്തിലും റിയൽ എസ്റ്റേറ്റിലുമുള്ള അവരുടെ അടവുപരമായ താൽപ്പര്യങ്ങളുമൊക്കെ ഇത് ഉൾപ്പെടുന്നു. ഇതിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ ഈ സൈനിക സാമ്രാജ്യത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാൻ്റെ ദേശീയ ബജറ്റിൻ്റെ മറ്റൊരു സിംഹഭാഗം ഏകദേശം പകുതിയോളം പോകുന്നത് തദ്ദേശീയവും അതുപോലെ IMF പോലുള്ള വിദേശീയവുമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ഭീമമായ കടങ്ങൾ അടച്ചു തീർക്കുന്നതിനാണ്. പാകിസ്ഥാനെ ആഴത്തിൽ ചൂഴ്ന്നു നിൽക്കുന്ന അസമത്വങ്ങളെപ്പറ്റിയും സൈന്യത്തിന് രാഷ്ട്രീയ സമ്പദ്ഘടനയുള്ള അതിവിശാലമായ നിയന്ത്രണത്തെപ്പറ്റിയും ഈ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയെ അന്താരാഷ്ട്ര മുതലാളിത്ത ചൂഷണത്തിനും അനുയോജ്യമാക്കി തീർക്കുന്നതിലാണ് ഇവർക്ക് ശ്രദ്ധ, അല്ലാതെ ജനതയെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ അല്ല.
അന്തർദേശീയമായ കൈകടത്തലിൻ്റെ മറ്റൊരു ഘടകം തീർച്ചയായും പാകിസ്ഥാന് മേലുള്ള അമേരിക്കയുടെ ബോംബിംഗ് ആണ്. ഈ ബോംബിംഗ് പാകിസ്ഥാൻ നടത്തിയ സൈനിക നടപടിയുടെ മറുപടിയായാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും ഇവ ദശലക്ഷക്കണക്കിന് ആളുകളെ ആഭ്യന്തര അഭയാർത്ഥികളാക്കി തീർത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പ്രശ്നത്തിൻ്റെ കാതലായ വശം മനസ്സിലാക്കേണ്ടത്. 1980-കളിൽ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നതിന് നിരവധി വിഘടനവാദ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചുകൊണ്ട് വിമത ഇടപെടലുകളെ അമേരിക്ക സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അമേരിക്ക പാകിസ്ഥാനുമേൽ ബോംബ് വർഷിക്കുന്നത് അഫ്ഗാൻ താലിബാനെയും അൽ ഖ്വയ്ദയെയും തുരത്താനാണ് എന്ന പേരിലാണ്, അല്ലാതെ പാകിസ്ഥാനി താലിബാനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. കൂടാതെ അമേരിക്കയുടെ ബോംബിംഗ് തകർത്തെറിയുന്നത് കമ്പോളങ്ങളെയും സ്കൂളുകളെയും കാറുകളെയും വീടുകളെയും റോഡുകളെയും വിവാഹങ്ങളെയും ശവസംസ്കാര ചടങ്ങുകളെയും ആചാര അനുഷ്ഠാനങ്ങളെയുമൊക്കെയാണ്. ചിലപ്പോഴൊക്കെ ഇവിടങ്ങളിൽ താലിബാനികൾ ഉണ്ടാകാം. ബാക്കി സമയങ്ങളിൽ അമേരിക്ക ചെയ്യുന്നത് ഒരു നിശ്ചിത വയസ്സിൽ കൂടുതലുള്ള ആൺകുട്ടികളെ മുഴുവൻ താലിബാൻ അനുകൂലികളായി എണ്ണുന്നതിനാണ്. പാകിസ്ഥാനിലെ അർത്ഥജന്മിത്ത കാർഷിക ബന്ധങ്ങൾക്കോ മുതലാളിത്ത കൊള്ളയ്ക്കോ അവിടുത്തെ സൈനിക കാർഷിക വ്യാവസായിക സമുച്ചയങ്ങൾക്കോ യാതൊരു പ്രഹരവും അമേരിക്ക ഏൽപ്പിക്കുന്നില്ല. അവിടുത്തെ ഗോത്രഭരണ വ്യവസ്ഥയെയോ ലിംഗപരമായ അടിച്ചമർത്തലുകളെയോ അമേരിക്കൻ സൈനിക നീക്കം തൊടുന്നത് പോലുമില്ല. എന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, പാകിസ്ഥാൻ സൈന്യത്തെയും ഗ്രാമീണ വരേണ്യവർഗങ്ങളെയും അവർ നേരിട്ട് പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇതിലൂടെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സമ്പദ്ഘടനയിലെയും സാംസ്കാരിക രാഷ്ട്രീയത്തിലെയും അപകടകരമായ ഘടകങ്ങളെയാണ് അമേരിക്ക പിന്തുണയ്ക്കുന്നത്. നിഷ്കളങ്കരായ ജനതയുടെ മേൽ ബോംബിടുന്നതിൻ്റെ ഫലമായി കൂടുതൽ താലിബാൻ അനുകൂലികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ദുഷിച്ച രാഷ്ട്രീയ സമ്പദ്ഘടനയെയും സാംസ്കാരിക രാഷ്ട്രീയത്തെയും അതേവിടെ നിലനിർത്താനാണ് അവർ സഹായിക്കുന്നത്. അതുകൊണ്ട് സാമാന്യ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അധികാര ശക്തികളെ എതിർക്കുകയും രാഷ്ട്രീയ സമ്പദ്ഘടനയിലും സാംസ്കാരിക രാഷ്ട്രീയത്തിൽ നടക്കേണ്ട ആഴത്തിലുള്ള മാറ്റത്തിനു വേണ്ടി നിലകൊള്ളുകയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായ താലിബാനെയും അമേരിക്ക സാമ്രാജ്യത്വത്തെയും ഒരേ സമയം എതിർക്കേണ്ടത് അനിവാര്യമാണ്. നീതിയുക്തവും സമത്വ അധിഷ്ഠിതവുമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കായി അർത്ഥജന്മിത്വത്തിനും മുതലാളിത്ത കൊള്ളയ്ക്കും സൈനിക കാർഷിക വ്യാവസായിക സമുച്ചയങ്ങൾക്കുമെതിരെ ശരിയായ ഒരു വിപ്ലവ രാഷ്ട്രീയം വികസിപ്പിക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. കണക്കുകളെല്ലാം തന്നെ പാകിസ്ഥാൻ ബ്യൂറോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ജാവേദ് ദക്ഷിണേഷ്യയെക്കുറിച്ചുള്ള ഗവേഷകനാണ്. അപ്പോൾ ഈ പുസ്തകം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഇപ്പോഴെല്ലാവരും ഇത് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.